ഇപ്പോൾ കെ പി സി സി അധ്യക്ഷൻ ശ്രീ കെ സുധാകരൻ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ കെ സുധാകരൻ, ഇതിപ്പോൾ ഒരു പദവിയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി ഒരു ബറ്റാലിയന്റെ ചുമതലയിൽ തുടരും. ADGP ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി മനോജ് എബ്രഹാമിനെ കൊണ്ടുവരുന്നു. അതിനൊരു വാർത്താക്കുറിപ്പ് ഇറക്കുന്നത് ഒരു സ്ഥലം മാറ്റം എന്ന നിലയിൽ, സ്വാഭാവിക നടപടി എന്ന നിലയിലാണ്. അപ്പോൾ ഇതൊരു നടപടിയായി കണക്കാക്കുന്നുണ്ടോ കോൺഗ്രസ് നേതൃത്വം? ഇതിൽ തൃപ്തരാണോ, ഈ നടപടിയിൽ തൃപ്തരാണോ KPCC പ്രസിഡന്റ് എന്ന നിലയിൽ താങ്കൾ? സാമാന്യ ബുദ്ധിയുള്ള ആരെങ്കിലും ഇതൊരു നടപടിയാണെന്ന് പറയുമോ? തലക്ക് വെളിവുള്ള ഒരാൾ പറയുമോ ഇതൊരു നടപടിയാണെന്ന്? ഇത്രയും ലജ്ജാകരമായ ഒരു തീരുമാനമെടുക്കാൻ ഈ മുഖ്യമന്ത്രിക്ക്, ഇടതുപക്ഷ സർക്കാരിനും നാണമില്ലേ? ഒരു മുറിയിൽ നിന്ന് മറ്റൊരു മുറിയിലേക്ക്, ഒരു കസേരയിൽ നിന്ന് മറ്റൊരു കസേരയിലേക്ക് ഒരു ട്രാൻസ്ഫർ ചെയ്യുന്നത് നടപടിയാണോ? സർവീസ് ആക്ട് പരിശോധിക്കാൻ പറയും. സ്ഥലമാറ്റം സർവീസ് ചട്ടം അനുസരിച്ച് നടപടിയല്ല. എന്ത് നടപടിയാണ് ഇതെന്ന് പറയുന്നത്? ഞങ്ങൾക്കറിയാം ഇത് ഒരു തരത്തിലും അദ്ദേഹത്തിനെതിരെ വിരൽ ചൂണ്ടാനോ അദ്ദേഹത്തിന് നടപടി കൊടുക്കാനോ ഒരു ശിക്ഷ കൊടുക്കാനോ ഈ ഗവൺമെന്റ് തയ്യാറാവില്ല എന്നറിയാം. കാരണം അവരുടെ കയ്യിൽ ഇവരുടെയൊക്കെ ജീവിതശൈലിയുടെയും ഭരണ സംവിധാനത്തിന്റെയും ഒക്കെ ഒരു തുറന്ന ബുക്ക് പോലുള്ള അറിവ് അവരുടെ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. അദ്ദേഹത്തിന് അറിയാം ഈ ഗവൺമെന്റും ഈ മുഖ്യമന്ത്രിയും ഒക്കെ എന്തൊക്കെ ചെയ്തു എന്നതും അതിനെ സംബന്ധിച്ചിടത്തോളമുള്ള ഒട്ടേറെ പേപ്പറുകളും അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടെന്നാണ് അറിവ്. അദ്ദേഹത്തെ ഭയപ്പാണ്. അദ്ദേഹത്തിന് ശിക്ഷിക്കാനുള്ള ധൈര്യവും ശിക്ഷിക്കാനുള്ള ആർജവത്വവും കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇല്ല. ഇനി പിണറായി വിജയന്റെ പുതിയൊരു ജന്മം ഉണ്ടായാൽ പോലും അത് നടക്കില്ല എന്നാണ് എന്റെ വിശ്വാസം. നാളെ നിയമസഭാ സമ്മേളനം തുടങ്ങുകയാണ്. അപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു ദിവസത്തെ സമ്മേളനം, അത് കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച സഭാ സമ്മേളനം ചേരുമ്പോൾ എന്തായിരിക്കും പ്രതിപക്ഷത്തിൻ്റെ ഒരു നിലപാട്? ഇതേതെങ്കിലും തരത്തിൽ ഉന്നയിക്കുക എന്ന് വെച്ചാൽ, ഇപ്പോൾ പദവിയിൽ നിന്ന് മാറ്റിയല്ലോ എന്നൊരു മറുപടി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിക്ക് പറയാൻ പറ്റും. എന്തായിരിക്കും പ്രതിപക്ഷ നിലപാട്, നീക്കം നാളെ സഭയിൽ? അന്വേഷണ റിപ്പോർട്ട് അവർ പുറത്തുവിടണ്ടേ? പുറത്തുവിട്ടില്ലല്ലോ, ഇതുവരെ പുറത്തുവിട്ടില്ല. പിന്നെ നിയമസഭയിൽ എടുക്കേണ്ടുന്ന തീരുമാനം അത് പാർലമെന്ററി പാർട്ടി തീരുമാനിക്കും, ചർച്ച ചെയ്യും, തീരുമാനിക്കും. പക്ഷേ പാർട്ടിക്കൊരു നയമുണ്ട്. ഒരു കാരണവശാലും അംഗീകരിക്കുന്ന നടപടിയല്ല ഈ നടപടി. അതൊരു നടപടിയായി അംഗീകരിച്ചുകൊണ്ട് അതിന് മുമ്പ് തലകുനിക്കാൻ ഞങ്ങളെ കിട്ടില്ല. ഞങ്ങൾ അതിനെതിരെയുള്ള പ്രക്ഷോഭമായിട്ടാണ് ഞങ്ങൾ പോകും. ഈ അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്യണം എന്നാണോ താങ്കൾ പറയുന്നത്? അത്തരം കടുത്ത നടപടിയിലേക്ക്, അല്ലെങ്കിൽ അത്തരം ഒരു നടപടിയിലേക്ക് പോകണം എന്നതാണോ ആവശ്യം? ഇത്രയും വലിയ കുറ്റം ചെയ്ത ഒരു ADGP-യെ അദ്ദേഹത്തിന് ഒരു നടപടി, പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? പണിഷ്മെന്റ് ട്രാൻസ്ഫർ ആണോ? ഒരു ഓഫീസിൽ നിന്ന് മറ്റൊരു ഓഫീസിൽ അതാണോ പണിഷ്മെന്റ്? പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ സസ്പെൻഷൻ തന്നെയാണ്. സർവീസ് പുറത്തു നിർത്തലാണ് പണിഷ്മെന്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പണിഷ്മെന്റ് എന്ന് പറയാൻ പറ്റൂ? അതിനാരെങ്കിലും സാമാന്യ ബുദ്ധിയുള്ള ഒരാൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റൂ? അപ്പോൾ ജുഡീഷ്യൽ അന്വേഷണം എന്ന നിലപാടിൽ KPCC നേതൃത്വം ഉറച്ചു നിൽക്കുകയാണല്ലേ? ഞങ്ങളുടെ സ്റ്റാൻഡ് അതാണ്. ആ സ്റ്റാൻഡിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. അത് അടുത്ത സർക്കാർ ചെയ്യില്ലെന്ന് അറിയട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി ആലോചിക്കാം. യെസ്, KPCC അധ്യക്ഷനാണ് പ്രതികരിച്ചത്. ഈ ജുഡീഷ്യൽ അന്വേഷണം എന്ന നിലപാടിൽ KPCC നേതൃത്വം ഉറച്ചു നിൽക്കുകയാണ്. നിയമസഭയിൽ സ്വീകരിക്കേണ്ട സമീപനം എന്തെന്നത് കോൺഗ്രസിൻ്റെ UDF-ന്റെ പാർലമെന്ററി പാർട്ടി യോഗം ചേർന്ന് തീരുമാനിക്കും. ഇതൊരു ശിക്ഷാ നടപടിയല്ല. ഒരു ഓഫീസിൽ നിന്ന്, ഒരു റൂമിൽ നിന്ന് മറ്റൊരു റൂമിലേക്ക് മാറ്റുക എന്ന സ്വാഭാവിക നടപടി, ഒരു മുഖം രക്ഷിക്കൽ എന്നതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല എന്നതാണ് പ്രതിപക്ഷ നേതാക്കളുടെ ആകെ പ്രതികരണം. നമ്മൾ ഈ വാർത്തയുടെ മറ്റ് വിശദാംശങ്ങളിലേക്ക്, കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് മടങ്ങി വരും.